ബഹുമാന്യരെ, നിങ്ങൾക്കെൻ്റെ നമസ്കാരം. ഞാൻ അവതരിപ്പിക്കുന്ന കഥ കായംകുളം കൊച്ചുണ്ണി. 1818 കൊല്ലവർഷം 993. തിരുവിതാംകൂറിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ കൊറ്റുകുളങ്ങരയ്ക്കടുത്ത് കീരിക്കാട് എന്ന ഗ്രാമത്തിൽ ഒരു കൊച്ചു കുടിലിൽ കർക്കിടക മാസത്തിലെ അമാവാസി നാളിൽ ഒരു കുട്ടി ജനിച്ചു. ഒരാൺകുട്ടി. മാതാപിതാക്കൾ ആ കുട്ടിക്കൊരു പേരിട്ടു, കൊച്ചുണ്ണി. സ്നേഹനിധിയായ മാതാവ് അവനെ കൊച്ചു എന്ന് വിളിക്കും. കൊച്ചുണ്ണിയുടെ പിതാവ് ഒരു മോഷ്ടാവായിരുന്നു. എന്നാൽ മോഷ്ടിച്ച് പണം സമ്പാദിക്കുന്ന ഒരാളായിരുന്നില്ല. ഒരു ദിവസം എന്തെങ്കിലും മോഷ്ടിക്കാൻ കഴിയാതെ വന്നാൽ ആ കുടുംബം പട്ടിണിയിലാവും. അത്തരം പരിതസ്ഥിതിയിലായിരുന്നു അവൻ്റെ ജനനം. കൊച്ചുണ്ണിക്ക് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ അവൻ്റെ പിതാവ് മരണമടഞ്ഞു. പിതാവിൻ്റെ വേർപാട് അവനെ വല്ലാതെ വേദനിപ്പിച്ചു. മാതാവാണെങ്കിൽ ശാരീരികമായി വളരെ അസ്വസ്ഥതകളുള്ളവരായിരുന്നു. പിതാവിൻ്റെ വേർപാടോടെ ആ കുടുംബം അനാഥമായി. അവരുടെ ജീവിതം ദുസ്സഹമായി. ചുറ്റുമുള്ളവരാരും അവരെ സഹായിച്ചില്ല. അങ്ങനെ പൊരിയുന്ന വയറിൻ്റെ ഒരു ദിവസം വിശന്ന് തളർന്നിരിക്കുന്ന കൊച്ചുണ്ണിയെ ഉമ്മ അടുത്ത് വിളിച്ചു. കൊച്ചു, കൊച്ചു, അനക്ക് വിശക്കണണ്ട കൊച്ചു? വിശക്കണണ്ടല്ലേ? നമ്മള് ആരും സഹായിക്കൂല കൊച്ചു. കാരണം എൻ്റെ ബാപ്പ ഒരു കള്ളനായ കൊണ്ട് നമ്മുടെ മോൻ ആരുടെ മുതൽ മോഷ്ടിക്കരുത്, ആരുടെ മുതൽ കക്കരുത്. ഉമ്മ, ഉമ്മ കരയുന്നോ? ഉമ്മ കരയണ്ടുമ്മ. നമ്മൾ കള്ളനാവൂരുമ്മ. നമ്മൾ ആരുടെ മുതൽ കക്കൂല. ആ ഉമ്മയും മോനും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. കൊച്ചുണ്ണി പലതും ചിന്തിച്ചു. എത്ര നാളാണ് വിശന്ന് പൊരിഞ്ഞിരിക്കുക? എങ്ങനെയാണ് കുടുംബം സംരക്ഷിക്കുക? പൊരിയുന്ന വയറോടെ കൊച്ചുണ്ണി വീട് വിട്ടിറങ്ങി. അവൻ അടുത്ത പ്രദേശത്തേക്ക് യാത്രയായി. നടന്ന് അവൻ ഏവൂർ എന്ന സ്ഥലത്തെത്തി. അവിടെ അങ്ങകലെ കാണാം ഒരു ബ്രാഹ്മണ ഇല്ലം, ഏവൂർ മന. ആ മനയുടെ വാതിൽക്കൽ ഒരു ചാരുകസാലയിൽ ചാരിയിരിക്കുന്നു ഒരു ബ്രാഹ്മണൻ. കൊച്ചുണ്ണി ഒരു വിധത്തിൽ ആ മനയുടെ വാതിൽക്കലെത്തി. തമ്പ്രാ, തമ്പ്രാ. ആരാ അത്? ഇത് നമ്മളാ. ഇങ്ങോട്ട് കയറി വരിക. നമ്മള് ഒരു മേത്തച്ചക്കനാ. ഉവ്വോ, മേത്തനാണേലെന്താ, മനുഷ്യനല്ലേ? ഇങ്ങോട്ട് കയറി വരിക. അന്നത്തെ കാലഗതി അറിയാമായിരുന്ന കൊച്ചുണ്ണിക്ക് ആ വാക്കുകൾ വിശ്വസിക്കാനായില്ല. കൊച്ചുണ്ണി ഭയന്ന് വിറച്ച് അടുത്തേക്ക് ചെന്നു. ആരാ? എന്താ വേണ്ടേ? വിശക്കുന്നു തമ്പ്രാ, വിശക്കുന്നു. 2-3 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട്. അയാൾ അവനെ ശ്രദ്ധിച്ചു. വല്ലാതെ വാടി തളർന്നിരിക്കുന്നു. വിശക്കുന്ന വയറിന്റെ വേവലാതി മനസ്സിലാക്കിയ ആ മനുഷ്യൻ അവന് വയറ് നിറയെ കഞ്ഞി കൊടുത്തു. വിശപ്പ് ശമിച്ച കൊച്ചുണ്ണി ആ ബ്രാഹ്മണന്റെ പാദങ്ങളിലേക്ക് കമിഴ്ന്നു വീണു. എന്തായി കാട്ടണേ? എഴുന്നേൽക്ക, എഴുന്നേൽക്ക. അയാൾ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കൊച്ചുണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മറക്കൂല ബ്രാ, ഒരിക്കലും മറക്കൂല. നിങ്ങള് നമുക്ക് തന്ന കഞ്ഞീന്റെ സ്വാദ് നമ്മൾ മരിച്ചാലും മറക്കൂല. തമ്പ്രാ, എന്തേലും ഒരു തൊഴിൽ കിട്ടിയിരുന്നെങ്കിൽ ജീവിച്ചു പോകായിരുന്നു. തൊഴിലെടുത്തു ജീവിക്കാനുള്ള അവന്റെ താല്പര്യത്തിൽ സന്തുഷ്ടനായ ആ മനുഷ്യൻ അവനടുത്തുള്ളൊരു പലചരക്ക് കടയിൽ ജോലി മേടിച്ചു കൊടുത്തു. 1000 പൂത്തിരി കത്തിച്ചു, ആകാശപ്പന്തലലങ്കരിച്ചു, പൗർണമി പെണ്ണാളലഞ്ഞുറിഞ്ഞു, പുളകമണിഞ്ഞു വസുന്ധര. പൗർണമി പെണ്ണാളലഞ്ഞുറിഞ്ഞു, പുളകമണിഞ്ഞു വസുന്ധര. വലിയ വീട്ടിൽ പീടിക. അവിടുത്തെ
ജോലി. അവൻ ആ ജോലി കൃത്യമായി സത്യസന്ധമായും ചെയ്തു. ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അവൻ മുതലാളിയുടെ വിശ്വസ്ത സേവകനായി തീർന്നു. ആ ഇടയ്ക്കാണ് ഒരു പ്രത്യേക മതവിഭാഗത്തെ കായികാഭ്യാസങ്ങളും ആയുധവിധികളും അഭ്യസിപ്പിക്കുന്നതിന് ഒരു തങ്ങൾ കായംകുളത്ത് താമസമാക്കിയത്. വിവരമറിഞ്ഞ കൊച്ചുണ്ണിക്ക് വളരെ സന്തോഷമായി. ആ വിദ്യ കൈക്കലാക്കുവാൻ അവന് കലശലായ ആഗ്രഹമുണ്ടായി. ഒരു ദിവസം കടയിലെ ജോലികളെല്ലാം തീർത്ത് അവൻ തങ്ങളുടെ കളരിയിലെത്തി. അദ്ദേഹത്തിന് മുൻപിൽ തൊഴുതു നിന്നു. കൊച്ചുണ്ണിയോ, എന്താ വേണ്ടത്? നമുക്കും അഭ്യാസമുറകൾ പഠിക്കണമെന്നുണ്ട്. നിനക്കോ? ഇതൊന്നും പഠിക്കാതെ തന്നെ നിന്റെ തന്ത വലിയ കള്ളനായിരുന്നു. ഇതൊക്കെ പഠിച്ചാൽ നാളെ നീ ആരാകുമെന്ന് ആര് കണ്ടു? ഗുരുവിന്റെ മുൻപിൽ വിഷമിച്ചു നിൽക്കുകയാണ് കൊച്ചുണ്ണി. രാത്രി കാലങ്ങളിലായിരുന്നു തങ്ങൾ ശിഷ്യരെ അഭ്യസിപ്പിച്ചിരുന്നത്. അത് കൊച്ചുണ്ണിക്കൊരു അനുഗ്രഹമായി. രാത്രി കടയിലെ ജോലികളെല്ലാം തീർത്ത് പതിവായി എത്തും അവനിൽ പതുങ്ങിയിരുന്ന് ശ്രദ്ധിക്കും. അഭ്യാസമുറയും അടിതടയും അതിഗോപ്യമായവൻ അഭ്യസിക്കും. അതിഗോപ്യമായവൻ അഭ്യസിക്കും. അതിഗോപ്യമായവൻ അഭ്യസിക്കും. ഒരു ദിവസം രാത്രി മരത്തിന്റെ മുകളിലിരുന്ന് കൊച്ചുണ്ണി ശ്രദ്ധിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ശബ്ദം. കൊച്ചുണ്ണി താഴേക്ക് നോക്കി. കൊമ്പൻ മീശയും പിരിച്ച് താഴെ നിൽക്കുന്നു തങ്ങൾ. കൊച്ചുണ്ണി ഒരു വിധത്തിൽ താഴെ ഇറങ്ങി ഗുരുവിന് സമീപമെത്തി വിനയപൂർവം തൊഴുതു നിന്നു. കൊച്ചുണ്ണി, നീ എന്തെടുക്ക അവിടെ? നമ്മള് അഭ്യാസങ്ങളെല്ലാം നോക്കി പഠിക്കുകയായിരുന്നു. ഒളിച്ചിരുന്നാണോ വിദ്യ അഭ്യസിക്കുന്നത്? അന്ന് നമ്മൾ പഠിക്കാൻ വന്നപ്പോ പഠിപ്പിക്കാനാവില്ലെന്ന് പറഞ്ഞു. അതാ നമ്മള്. ഓഹോ, നീ എന്തൊക്കെ പഠിച്ചു? എല്ലാം നമ്മളൊന്ന് കാണട്ടെ. ഗുരുവിന്റെ വാക്ക് കേട്ടതും പഠിച്ച ഓരോ വിദ്യയും കൊച്ചുണ്ണി അനായാസം പ്രകടിപ്പിച്ചു. അത് കണ്ട് ശക്തനാം ഗുരു അത്ഭുതപ്പെട്ടുപോയി. കൃത്യമായി വിദ്യ പഠിച്ചുവോ അന്തരംഗത്തിലോളം മനതല്ലി ഏകലവ്യന്റെ വീരകഥാമൃതം. അന്തരംഗത്തിലോളം മലതല്ലി ഏകലവ്യന്റെ വീരകഥാമൃതം. ഏകലവ്യന്റെ വീരകഥാമൃതം. പണ്ട് ഒളിച്ചിരുന്ന് വിദ്യ അഭ്യസിച്ച ഏകലവ്യന്റെ ഗുരു ദ്രോണാചാര്യർ ഏകലവ്യന്റെ പെരുവിരൽ ഗുരുദക്ഷിണയായി അറുത്തു വാങ്ങി. അത് ചതിയുടെ കഥ. എന്നാൽ തങ്ങൾ കൊച്ചുണ്ണിയെ അടുത്ത് വിളിച്ചു. കൊച്ചുണ്ണി, നീ എൻ്റെ ശിഷ്യരെക്കാൾ കേമമായി തന്നെ എല്ലാം അഭ്യസിച്ചിരിക്കുന്നു. ഇനി മുതൽ നീ ഒളിച്ചിരുന്ന് വിദ്യ അഭ്യസിക്കരുത്. ഈ കളരിയിൽ കയറി വിദ്യ അഭ്യസിക്കുക. കൊച്ചുണ്ണി ഗുരുവിന്റെ പാദങ്ങളിൽ താണു വണങ്ങി. അങ്ങനെ വെട്ടും കുത്തും തടയും ചാട്ടവും തിരിച്ചിൽ മറിച്ചിൽ ആൾമാറാട്ടം ജാലവിദ്യ ഒക്കെ അവൻ അഭ്യസിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സന്ധ്യാസമയത്ത് അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നും വളരെ അത്യാവശ്യമായി കുറച്ച് ശർക്കരയ്ക്കായി ആൾ വന്നു. ഈ സമയം കടയിൽ ആവശ്യത്തിന് ശർക്കര ഉണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിലെ അത്യാവശ്യം മനസ്സിലാക്കിയ മുതലാളി വീട്ടിൽ നിന്നും ശർക്കര എടുത്തുകൊണ്ടുവരാൻ കൊച്ചുണ്ണിയെ പറഞ്ഞു വിട്ടു. കൊച്ചുണ്ണി വീട്ടിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടി വീട്ടുകാർ എവിടെയോ പോയിരുന്നു. അകത്തു കടന്ന് ശർക്കര എടുക്കാതിരുന്നാൽ ദേവന്റെ നിവേദ്യം മുടങ്ങും. അവൻ എന്തോ തീരുമാനിച്ചു. മതിലിനടുത്തേക്ക് നീങ്ങി നിന്നു. പെട്ടെന്നൊരു മലക്കം മറിച്ചിൽ. മിന്നൽ വേഗതയിൽ അവൻ മതിലിനകത്തായി. പിന്നെ വൈകിയില്ല. ആവശ്യത്തിന് ശർക്കര എടുത്ത് കടയിൽ തിരിച്ചെത്തി. പിറ്റേ ദിവസം ഈ സംഭവം കടയുടമ എങ്ങനെയോ അറിഞ്ഞു. അയാൾ വല്ലാതെ പേടിച്ചു പോയി. കൊച്ചുണ്ണിയെ അടുത്ത് വിളിച്ചു. കൊച്ചുണ്ണി, കൊച്ചുണ്ണി, നിന്നെ കടയിൽ നിർത്തണ്ടെന്നാ പലരും പറയുന്നത്. പണ്ടേ മുതലേ ഒരു മേത്തച്ചക്കന് ജോലിക്കെടുത്തതിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോ ഇതുകൂടി ആയപ്പോൾ കൊച്ചുണ്ണിക്ക് കാര്യം മനസ്സിലായി. കടയുടമയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ഏതായാലും കഴിഞ്ഞ 10 വർഷം തനിക്ക് തൊഴിൽ തന്ന ആ മനുഷ്യനെ അവന് വേദനിപ്പിക്കാനാവുമായിരുന്നില്ല. മുതലാളി, നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങളെ നമ്മൾ വേദനിപ്പിക്കൂല. നിങ്ങൾ പറയുന്നത് നമ്മൾ അനുസരിക്കും. കടയുടെ മാതിരി തക്കമായി കണ്ട് കൊടുക്കുവാൻ ബാക്കിയുള്ള ശമ്പളവും കൊടുത്ത് കൊച്ചുണ്ണിയെ പറഞ്ഞു വിട്ടു. വലിയ വീട്ടിൽ പീടികയിൽ നിന്നും പോന്നതിന് ശേഷം
ജീവിതം തള്ളി നീക്കാൻ കൊച്ചുണ്ണി നന്നേ ബുദ്ധിമുട്ടി. ഒരു തൊഴിൽ തേടി പലയിടത്തും അലഞ്ഞു തിരിഞ്ഞു. പക്ഷെ ആരും അവനൊരു ജോലി കൊടുത്തില്ല. കാരണം അവനൊരു കള്ളൻ്റെ മോനായിരുന്നു. തന്നെയുമല്ല, നല്ലൊരു അഭ്യാസിയും. അങ്ങനെ ഇരിക്കെ കൊച്ചുണ്ണിയുടെ ഉമ്മ അസുഖം മൂലം കിടപ്പിലായി. ഏറെ താമസിയാതെ മരണമടഞ്ഞു. ഇതിനിടയിൽ കൊച്ചുണ്ണി കായംകുളത്തും പരിസരത്തും കുറെ ചങ്ങാതിമാരെ സമ്പാദിച്ചു. എല്ലാം തൊഴിലില്ലാത്തവർ, എന്നാൽ തൊഴിലെടുക്കാൻ തയ്യാറുള്ളവരാണവർ. അവർ എല്ലാവരും ചേർന്ന് മുതലാളിമാരെ സമീപിച്ചു. എന്നാൽ ആരും അവർക്കൊരു ജോലി കൊടുത്തില്ല. കൊച്ചുണ്ണിയിലെ വിപ്ലവകാരി ഉണർന്നു. ഒരു ദിവസം അവർ ഒത്തുകൂടി. അവർ ഒരു തീരുമാനമെടുത്തു. തൊഴിലെടുക്കാൻ തയ്യാറുള്ളവർക്ക് തൊഴിൽ നൽകാതെ പാവപ്പെട്ട ജനതയെ ചൂഷണം ചെയ്യുന്ന മുതലാളിമാരെ കൊള്ളയടിക്കുക. ആ മുതൽ പട്ടിണിക്കാരൻ പങ്കിട്ട് അനുഭവിക്കുക. അങ്ങനെ കൊച്ചുണ്ണിയും കൂട്ടരും മുതലാളിമാർക്കൊരു പേടി സ്വപ്നമായി മാറി. കൊള്ളയടിക്കുന്ന മുതൽ അത്താഴ പട്ടിണിക്കാരുടെ വീടുകളിലെത്തിക്കും. ആരും പട്ടിണി കിടക്കരുത്. അങ്ങനെ കൊച്ചുണ്ണി സാധുജനങ്ങളുടെ കണ്ണിലുണ്ണിയായി മാറി. തസ്കരനെങ്കിലും ഹിന്ദുക്കളെന്നോ ഇസ്ലാങ്ങളെന്നോ പദഭേദമില്ലാത്തൊരു സൗമ്യശീലൻ. കൊച്ചുണ്ണിയെ പിടികൂടാൻ സർക്കാർ തലത്തിൽ പല ശ്രമങ്ങളും നടന്നു. പക്ഷേ ഒന്നും ഫലിച്ചില്ല. 5 or 10 പേരെ കൊണ്ടൊന്നും കൊച്ചുണ്ണിയെ തളയ്ക്കാനാവുമായിരുന്നില്ല. ഒരു ദിവസം രാത്രി ഒരു ബ്രാഹ്മണൻ കൊച്ചുണ്ണിയുടെ മുൻപിൽ വന്ന് പെട്ടു. അയാൾ ഏവൂർ മനയിലേക്ക് പോവുകയായിരുന്നു. അയാളുടെ കൈവശം വിലപിടിപ്പുള്ള ആഭരണങ്ങളുണ്ടായിരുന്നു. ഏവൂർ എന്ന് കേട്ടതും കൊച്ചുണ്ണി പിടിവിട്ടു. ഏവൂർ, നിങ്ങൾ എന്തിനാ ഈ രാത്രി പോകുന്നത്? അവിടെ നടക്കുന്ന വിവാഹത്തിന് ആവശ്യമായ പണ്ടങ്ങളാണിതിൽ. എനിക്ക് നേരം വെളുക്കുന്നതിന് മുമ്പ് അവിടെ എത്തണം. നിങ്ങൾ എന്തിനായി ആ സമയത്ത് ഒറ്റയ്ക്ക് പുറപ്പെട്ടത്? എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ. കൊച്ചുണ്ണി ആ ബ്രാഹ്മണന്റെ കൂടെ നടന്നു. അവർ ഏവൂർ മനയിലെത്തി. ബ്രാഹ്മണൻ അകത്തേക്ക് കടന്നു. ഈ സമയം മഠത്തിലെ കാരണവർ പുറത്തേക്ക് വന്നു. കൊച്ചുണ്ണിയെ കണ്ട് സ്തബ്ധനായി. കൊച്ചുണ്ണി, നീ? അതേ തമ്പ്ര, ഇത് നമ്മൾ തന്നെ. നിങ്ങളെ സഹായിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ നമുക്ക് പെരുത്ത സന്തോഷമുണ്ട്. സ്വാമി, അങ്ങ് നമുക്ക് തന്ന കഞ്ഞീന്റെ സ്വാദ് നമ്മൾ ഇപ്പോഴും മറന്നിട്ടില്ല. മരണം വരെ നമ്മൾ മറക്കൂല. അങ്ങനെനിക്ക് വാങ്ങി തന്ന തൊഴില് നമ്മൾ സത്യസന്ധമായി തന്നെ ചെയ്തു. പക്ഷേങ്കിലേ ഈ ദുനിയാവിൽ ഒരു മര്യാദക്കാരന് ജീവിക്കാൻ പറ്റാണ്ടായി തമ്പ്ര. ഈ ദുനിയാവിൽ ഒരു ദേവന്റെയും പൂജ മുടങ്ങരുത്. അതുകൊണ്ടാണ് നമ്മൾ ആ ശർക്കര മതില് ചാടിയെടുത്തത്. എല്ലാവരുടെയും ദേവൻ ഒന്നാണ്. എല്ലാ പഹയന്മാർക്കും ഒരേ നിയമമാണ്. അതിവിടെ പാലിക്കപ്പെടണം. അതാണ് നമ്മുടെ ആഗ്രഹം. ബാപ്പ കള്ളനായതുകൊണ്ട് നമ്മളും കള്ളനാണെന്ന ഈ സമൂഹം പറയുന്നത്. അങ്ങനെ നമ്മളെ കള്ളനാക്കി ഈ സമൂഹം. കൊച്ചുണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കൊച്ചുണ്ണിയെ പിടികൂടാൻ അന്നത്തെ കാർത്തികപ്പള്ളി തഹസിൽദാർ ആവുന്നത്ര ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. ഒടുവിൽ കൊച്ചുണ്ണിയുടെ അനുയായികളിൽ ചിലരെ പല വാഗ്ദാനങ്ങളും നൽകി വശത്താക്കി. അങ്ങനെ ആ ചാരന്മാർ കൊച്ചുണ്ണിയെ ഒറ്റുകൊടുത്തു. ആത്മാർത്ഥ സുഹൃത്തുക്കൾ മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി അവനെ കുടിപ്പിച്ചു. മദ്യം കഴിച്ച് ബോധരഹിതനായ കൊച്ചുണ്ണി കട്ടിലിൽ വീണു. ആ കട്ടിലിനോട് ചേർത്ത് കെട്ടി അവനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ജയിലിൽ അടച്ചു. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത നിരവധി കേസുകൾ അവന്റെ മേൽ ചാർജ് ചെയ്തു. ആ കേസുകളുടെ എല്ലാം വിചാരണ പൂർത്തിയാകും മുമ്പ് പാവപ്പെട്ടവരുടെ അത്താണിയായ കൊച്ചുണ്ണി ജയിലിൽ കിടന്ന് ക്രൂരമായ മർദ്ദനമേറ്റു മരണമടഞ്ഞു. പ്രിയരെ, ജാതിയും മതവും നോക്കാതെ മനുഷ്യനെ സ്നേഹിച്ചവനാണ് കൊച്ചുണ്ണി. നമ്മുടെ നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അനീതികൾക്കും അക്രമങ്ങൾക്കും കൂട്ടുനിൽക്കാത്ത കൊച്ചുണ്ണിമാർ പുനർജനിക്കട്ടെ. നന്ദി, നമസ്കാരം.